ഗേൾഫ്രണ്ട് പറയുന്ന വെച്ച് എനിക്ക് ഒരെണ്ണം പോലും ഇല്ലല്ലോ. ദൈവമേ. അളിയാ എടാ ശ്യാമി, നീ എന്താടാ ഇവിടെ? ഇരിയടാ, ചുമ്മാ കാറ്റോളാൻ വന്നതാ. വായ നോക്കാൻ വന്നതല്ലേ? അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യാ? എന്തു പറയാനാ, കുടുംബം, ജീവിതം, പ്രാരാബ്ദം. അല്ല, നീ എന്ത് ചെയ്യാ? ഏത് മൾട്ടി ബില്യനെയറിന്റെ ജോലിക്കാരനാ? ഏയ് അങ്ങനെയൊന്നുമില്ല. അല്ല, നീ കൂടുതൽ പെണ്ണിന്റെ പുറകെയായിരുന്നല്ലോ, അതെന്തായി? അതൊന്നും പറയണ്ട. എന്ത് ചെയ്യണമെന്നറിയാതെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിക്കുന്ന ആ കാര്യം അതെന്നിലും സംഭവിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും തോന്നാറുള്ള ആ ഫീലിംഗ് ലവ് ആണല്ലേ? യെസ്, ഞാൻ കണ്ടു. ആര്? ഈ ആന്റിയാ? അതല്ലടാ, അതിന് പുറകില്. അവളെ കണ്ട ആ നിമിഷം തട്ടത്തിൽ മറയത്തിലെ വിനീതേട്ടൻ പാടിയ പാട്ടാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, തെന്നലും മകളെയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു. പിറ്റേ ദിവസവും അവളെ കാണാനായി ഞാൻ വീണ്ടും ചെന്നു. എൻ്റെ ഭാഗ്യമാണോ അതോ ദൈവം എനിക്കിട്ട് താങ്ങിയതാണോ എന്നെനിക്കറിയില്ല. അവളെ ഞാൻ കണ്ടു, അവളെ പക്ഷേ കാണാത്ത പോലെ മുഖം തിരിച്ചു. അല്ല, നീ ഇതാരോടും പറഞ്ഞില്ലേ? പിന്നെ നമ്മുടെ പിള്ളേരോട്. ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇവിടെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കണോ? ഡാ, ഓ ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കണോ? പരസ്യം വധിക്കലെന്നല്ലേ? മൂത്രമൊഴിക്കാല്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? അളിയ, ഈ പ്രേമം പ്രേമം എന്ന് വെച്ചാ അത്, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അതൊക്കെ ഉള്ളതാ. ഒന്ന് പോയടാപ്പാ. ഡാ, നീ വിഷമിക്കണ്ട, അവളോട് ഞാൻ പറയാം ഐ ലവ് യു. അയ്യടാ, നീ പോയി പറ. ഞാൻ കുറേ ആലോചിച്ചു, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവസാനം ഞാൻ തീരുമാനിച്ചു അവളോട് ചെന്ന് പറയാൻ. ഹായ്, ഞാൻ ശ്യാം. എൻ്റെ വീട് ഇവിടെയാണ്. എനിക്കിതിൻ്റെ പേരോ വീടോ ഒന്നും അറിയില്ല, പക്ഷെ ഒന്ന് മാത്രമേ എനിക്കറിയാം, ഐ ലവ് യു. അവളാ നോക്കിയ നോട്ടം ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ സുനാമി അടിച്ച പ്രതീതിയായി. ഏയ്, എനിക്കതിന് മറുപടി വേണം. ഞാൻ ഇവിടെ കാത്തു നിൽക്കും. എന്നിട്ട്
താഴെ മറുപടി ഒന്നും പറഞ്ഞില്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തു. നിങ്ങൾ തന്നെയല്ലേ ചെയ്യാ. തെന്നലും മകളെയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ